വെൽക്കം ടു 7 മിറക്കിൾസ് ചാനൽ. പ്രണയം എന്നത് കേവലം ഒരു വികാരമല്ല, അതൊരു വലിയ മനഃശാസ്ത്രമാണ്. എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നു അത്രത്തോളം ആഴത്തിൽ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സ്ത്രീകൾ മടിക്കാറുണ്ട്. ഇത് സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് പങ്കാളിയുമായുള്ള ബന്ധം തകർന്നു പോകുമോ എന്ന ഭയം കൊണ്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾ മിക്കപ്പോഴും ഉള്ളിലൊതുക്കുന്ന എന്നാൽ പങ്കാളികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതിലെ ഓരോ പോയിന്റും വെറും നിഗമനങ്ങളല്ല, മറിച്ച് മനഃശാസ്ത്രപരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. 1. ശാരീരികമായ അപകർഷതാബോധം. ആദ്യമായി സ്ത്രീകൾ തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അനുഭവിക്കുന്ന അപകർഷതാബോധമാണ്. മനഃശാസ്ത്രത്തിൽ സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. തങ്ങളെ എപ്പോഴും എല്ലാവരും നോക്കുന്നുണ്ടെന്നും ചെറിയ കുറവുകൾ പോലും പങ്കാളി ശ്രദ്ധിക്കുന്നുണ്ടെന്നും സ്ത്രീകൾ പലപ്പോഴും ഭയക്കുന്നു. സമൂഹത്തിൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങൾ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല കേട്ടോ. പലപ്പോഴും സ്ത്രീകൾ വസ്ത്രധാരണത്തിലോ ഗെറ്റപ്പിലോ ഒക്കെ മാറ്റം വരുത്തുന്നത് പങ്കാളിക്ക് തങ്ങളെ കൂടുതൽ ആകർഷകമായി കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ്. എന്നാൽ ആ ഭയം അവർ തുറന്നു പറയില്ല, മറിച്ച് മൗനത്തിലൂടെ അത് മറച്ചു പിടിക്കും. രണ്ടാമതായി സെക്ഷൽ ഡിസയേഴ്സ് തുറന്നു പറയാനുള്ള മടിയാണ്. നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇപ്പോഴും ഒരു ടാബു ആണ്. സ്ത്രീകൾക്ക് അവരുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ പങ്കാളി തന്നെപ്പറ്റി മോശമായി ചിന്തിക്കുമോ എന്ന ഭയം അവരെ അത് തുറന്നു പറയുന്നതിൽ നിന്നും തടയും. ബയോളജിക്കലായി പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ഇമോഷണൽ കണക്ടിവിറ്റിയാണ് കൂടുതൽ ഉള്ളത്. ഇത് മനസ്സിലാക്കി പങ്കാളി മുന്നോട്ട് വരുമ്പോഴാണ് ആ മടി മാറുന്നത്. മുൻകാല ബന്ധങ്ങളെക്കുറിച്ചുള്ള ഭയം. ഒന്നാമത് കഴിഞ്ഞുപോയ ബന്ധങ്ങളിലെ മുറിവുകളാണ്. ഇമോഷണൽ ബാഗേജ് എന്ന് ഇതിനെ വിളിക്കാം. പഴയ ബന്ധങ്ങളിലുണ്ടായ ചീറ്റിങ്ങോ വേദനയോ മറ്റൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആ വേദനകളുടെ നിഴൽ പലപ്പോഴും പ്രസന്റിനെ ബാധിക്കാറുണ്ട്. പങ്കാളിക്കിത് മനസ്സിലാകുമോ, അല്ലെങ്കിൽ അതൊരു ഒഴുകഴിവായി കാണുമോ എന്ന ഭയം അവരെ മൗനത്തിലാക്കും. എന്നാൽ പാസ്റ്റിലെ ട്രോമകൾക്ക് പരിഹാരം കാണാൻ പങ്കാളിയുടെ സപ്പോർട്ട് അനിവാര്യമാണ്. ഏകാന്തത. നാലാമതായി കുറച്ച് സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാനുള്ള ആഗ്രഹമാണ്. പലപ്പോഴും പ്രണയത്തിൽ സ്ത്രീകൾ പങ്കാളിക്കൊപ്പം എല്ലാ സമയവും ചെലവഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പുരുഷന്മാർ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഏകാന്തത നമ്മുടെ ബ്രെയിനിന് റീചാർജ് ചെയ്യാൻ ആവശ്യമാണ്. ഈ ടൈം ചോദിച്ചാൽ താൻ ബന്ധത്തിൽ താല്പര്യമില്ലാത്തവളാണെന്ന് പങ്കാളി കരുതുമോ എന്ന ഭയം അവരെ അത് തുറന്നു പറയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അഞ്ചാമത് സാമ്പത്തിക കാര്യങ്ങളാണ്. പങ്കാളിയേക്കാൾ കൂടുതൽ സമ്പാദിക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തികമായി സ്വതന്ത്രയായിരിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് പുരുഷന്റെ ഈഗോയെ ബാധിക്കുമോ എന്ന് സ്ത്രീകൾ ഭയക്കും. എന്നാൽ സാമ്പത്തിക ഭദ്രത എന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് പങ്കാളിയോട് തുറന്നു പറയാൻ പലപ്പോഴും അവർക്ക് മടിയാണ്, കാരണം അത് പവർ ഡൈനാമിക്സിനെ ബാധിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. രണ്ടാമതായി പങ്കാളിയുടെ ചെറിയ ശീലങ്ങളോടുള്ള അതൃപ്തിയാണ്. ഹാബിച്വേഷൻ എന്ന പ്രക്രിയയിലൂടെ ദീർഘകാല ബന്ധങ്ങളിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ അസ്വസ്ഥതകളായി മാറാറുണ്ട്. പങ്കാളിയുടെ അലക്ഷ്യതയോ വൃത്തിയില്ലായ്മയോ സംസാരിക്കുന്ന രീതിയോ ഒക്കെ അവരെ വേദനിപ്പിക്കാം. എന്നാൽ ഇതൊരു വലിയ വഴക്കിന് തുടക്കമിടുമോ എന്ന് ഭയന്ന് സ്ത്രീകളത് മൗനമായി സഹിക്കും. പിന്നീട് ഈ മൗനം വലിയ പൊട്ടിത്തെറികളിലേക്കും നയിക്കാം. ഏഴാമത് ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇവർ തന്നെയാണോ എൻ്റെ ജീവിത പങ്കാളി? ഈ ബന്ധം വിവാഹത്തിലേക്ക് എത്തുമോ? ഇത്തരം ചിന്തകൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് പുരുഷനോട് ചോദിച്ചാൽ താൻ വളരെ സീരിയസ് ആണെന്ന് തോന്നുമോ, അല്ലെങ്കിൽ പുരുഷന് അത് ഭാരമായി തോന്നുമോ എന്ന ആശങ്ക അവരെ അലട്ടുന്നുണ്ട്. എട്ടാമതായി പ്രണയത്തിൽ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുമോ എന്നൊരു ഭയമുണ്ട്. ഒരു ബന്ധത്തിലേക്ക് അമിതമായി ലയിച്ചു ചേരുമ്പോൾ സ്വന്തം കരിയർ, സുഹൃത്തുക്കൾ, താല്പര്യങ്ങൾ എന്നിവ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്ന് സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ട്. ഇത് പുരുഷനോട് തുറന്നു പറഞ്ഞാൽ താൻ സ്നേഹിക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിക്കപ്പെടും എന്ന പേടി അവരെ അലട്ടുന്നുണ്ട്. സ്വന്തം കുടുംബം പങ്കാളിയോട് പെരുമാറുന്ന രീതിയിലുള്ള അതൃപ്തി. പലപ്പോഴും സ്വന്തം വീട്ടുകാർ പങ്കാളിയെ വിമർശിക്കുമ്പോൾ സ്ത്രീകൾക്കതൊരു വലിയൊരു സ്ട്രെസ്സായി മാറും. പക്ഷേ സ്വന്തം കുടുംബത്തെയും പങ്കാളിയെയും ഒരേപോലെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ കൺഫ്യൂഷൻ അവർ ആരോടും പറയില്ല. മൗനം പാലിക്കുന്നത് ബന്ധത്തെ രക്ഷിക്കാനാണെന്ന് അവർ കരുതുന്നത്. ഇമോഷണൽ റെസിപ്രോസിറ്റി. താൻ നൽകുന്ന സ്നേഹത്തിന് അതേ അളവിൽ തിരിച്ചു ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ. ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുല്യമായിരിക്കണം എന്നാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് ചോദിച്ചു വാങ്ങാൻ അവർക്ക് മടിയാണ്, കാരണം സ്നേഹം എന്നത് നിർബന്ധിച്ച് കിട്ടേണ്ടതല്ലല്ലോ എന്ന തിരിച്ചറിവ് അവരെ അതിൽ നിന്ന് തടയുന്നത്. ഇൻ്റലക്ച്വൽ ഇൻസെക്യൂരിറ്റി.
പലപ്പോഴും പങ്കാളിയുടെ ജോലിയോ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന വിഷയങ്ങളോ കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് തങ്ങളുടെ അറിവ് കുറവാണോ എന്നൊരു അരക്ഷിതാവസ്ഥ അനുഭവപ്പെടാം. സൈക്കോളജിയിലെ സോഷ്യൽ കമ്പാരിസൺ തിയറി പ്രകാരം നമ്മളെ മറ്റൊരാളുമായി താല്പര്യം ചെയ്യുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പ്രണയത്തിൽ ഇതൊരു ഭാരമായി മാറും. പുരുഷന് മുന്നിൽ ഒരു വിഡ്ഢിയായി കാണപ്പെടുമോ എന്ന പേടിയിൽ പല കാര്യങ്ങളും ചോദിക്കാനോ പങ്കുവയ്ക്കാനോ അവർ മടിക്കും. ഇത് സത്യത്തിൽ അവരുടെ കഴിവ് കുറവായതുകൊണ്ടല്ല, മറിച്ച് പുരുഷന്റെ ബഹുമാനം നഷ്ടപ്പെടുമോ എന്ന അതിയായ ആഗ്രഹം മാത്രമാണ്. പുരുഷനിൽ നിന്ന് അമിതമായ ശ്രദ്ധയും സ്നേഹവും ആഗ്രഹിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു കുറ്റബോധം. എനിക്ക് നീ കൂടുതൽ സമയം നൽകണം എന്ന് പറയാൻ പല സ്ത്രീകൾക്കും മടിയാ. കാരണം പറഞ്ഞാൽ തന്നെ ഡിമാൻഡിങ് അല്ലെങ്കിൽ ഹൈ മെയിൻ്റെനൻസ് പുരുഷൻ മുദ്ര കുത്തുമോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. സൈക്കോളജിക്കലായി പറഞ്ഞാൽ ഇതെല്ലാം അവരുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഉള്ളിൽ സ്നേഹത്തിന് ദാഹിക്കുമ്പോഴും അത് പുറത്തു കാണിക്കാതെ താൻ ഓക്കെയാണ് എന്ന് അഭിനയിക്കാൻ അവർ നിർബന്ധിതരാകും. റൊമാൻറ്റിക് സങ്കല്പങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം. സിനിമകളിലും പുസ്തകങ്ങളിലും കാണുന്ന തരത്തിലുള്ള റൊമാൻറ്റിക് നിമിഷങ്ങൾ സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. ഇത് വളരെ സൂക്ഷ്മമായ ഒന്നാണ്. പുരുഷൻ സ്നേഹിക്കുന്നുണ്ടെങ്കിലും താൻ സ്വപ്നം കണ്ടതുപോലെ പൂക്കളോ സർപ്രൈസുകളോ അല്ലെങ്കിൽ പ്രണയലേഖനങ്ങളോ അവർ നൽകുന്നില്ലെങ്കിൽ അത് പറയാൻ സ്ത്രീകൾ മടിക്കുന്നു. കാരണം ഇത് പറഞ്ഞാൽ താൻ റിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുവെന്ന് അവർ കരുതുമോ എന്ന പേടിയാണ്. എന്നാൽ ഈ ചെറിയ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാത്തത് പലപ്പോഴും ബന്ധത്തിൽ ഒരു നിശബ്ദ അകലം സൃഷ്ടിക്കുന്നുണ്ട്. പുരുഷന്റെ സുഹൃത്തുക്കൾ അവരെ സ്വാധീനിക്കുന്ന രീതിയോ അല്ലെങ്കിൽ അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയത്ത് തന്നെ അവഗണിക്കുന്ന രീതിയോ സ്ത്രീകൾക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത് തുറന്നു പറഞ്ഞാൽ അവർക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ താൻ ബന്ധത്തിൽ കൺട്രോളിംഗ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന പേടിയിൽ അവർ മിണ്ടാതിരിക്കും. ഒരു ദീർഘകാല ബന്ധത്തിൽ ഇത്തരത്തിൽ ഉള്ളിലൊതുക്കുന്ന അസ്വസ്ഥതകൾ വലിയൊരു മടുപ്പിന് കാരണമാകാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ അധികം സംസാരിക്കപ്പെടാത്തതുമായ ഒന്നാണ് ഇമോഷണൽ ലേബർ. ഒരു ബന്ധത്തിലെ വികാരങ്ങളെ നിയന്ത്രിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പുരുഷന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും കൂടുതൽ അധ്വാനിക്കുന്നത് സ്ത്രീകളായിരിക്കും. ഈ മാനസിക ഭാരം തന്നെ വല്ലാതെ തളർത്തുന്നുണ്ടെന്നും പുരുഷനും അതിൽ പങ്കാളിയാകണമെന്നും പറയാൻ അവർ മടിക്കും. താൻ പരാതിക്കാരിയായി മാറുമെന്ന് അവർ ഭയക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ബന്ധത്തെ കൂടുതൽ ബാലൻസ്ഡ് ആക്കാൻ സഹായിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് പ്രണയത്തെ കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കും. കമ്മ്യൂണിക്കേഷനാണ് ഏത് ബന്ധത്തിൻ്റെയും അടിത്തറ. സ്ത്രീകൾ എന്തെങ്കിലും പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങുക. സ്നേഹം എന്നത് വാക്കുകൾ മാത്രമല്ല, മറിച്ച് മൗനങ്ങൾക്ക് പിന്നിലെ അർത്ഥങ്ങൾ കൂടി മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഈ അറിവുകൾ സഹായിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദി മിറക്കിൾസ് റൈറ്റ് നൗ.